അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇന്ന് ഷോപ്പ് ചെയ്യാൻ വേണ്ടി പോയത് ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഫ്ലെമിംഗോ മോളിൻ്റെ അടുത്തുള്ള ഒരു 5 റിയാൽ ഷോപ്പിലാണ്. അപ്പോൾ 5 റിയാൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ 5 റിയാൽ മാത്രമൊന്നുമല്ല, പല തരത്തിലുള്ള പിന്നെ സാധനങ്ങളുണ്ട്. പിന്നെ അത് അതിൻ്റെ പ്രൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി ചെയ്യും. പക്ഷേ 2 റിയാൽ തൊട്ടിട്ട് 10 റിയാലും അതിനേക്കാൾ എബാവുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഭയങ്കര ചെറിയ പൈസക്ക് സാധനങ്ങൾ കിട്ടുന്ന ഒരു ഷോപ്പാണ് അത്. ഇങ്ങനത്തെ കുറേ കുട്ടി സാധനങ്ങളുണ്ടാവും, അതായത് ഹെയർ ആക്സസറീസും ഒക്കെ, ടോയ്സ്, പിന്നെ ആർട്ട് സപ്ലൈ, സ്റ്റേഷനറി, സെറാമിക് വെയർസ്, പിന്നെ ഓർഗനൈസേഴ്സ്, കുറേ ഡെക്കർ ഐറ്റംസ്, അങ്ങനെ പല പല സംഭവങ്ങൾ. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പിന്നെ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു രസമാണ്. അതല്ലാതെ ഇതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഭയങ്കര എക്സ്ട്രാ വാഗൻസ് ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കൊക്കെ ഞാൻ വിചാരിക്കും, എന്ത് ഷോപ്പിംഗ് എന്നുള്ളതല്ല, ഇൻഎക്സ്പെൻസീവായിട്ട് എക്സ്ട്രാ വാഗൻസ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇടയ്ക്കൊക്കെ കുറച്ച് പൈസ സ്പെൻഡ് ചെയ്യണത് ഒരു റിലീഫും കൂടിയാണ്, മനസ്സിനൊരു സമാധാനം കൂടി തരുന്ന ഒരു സംഭവമാണ്. അതൊരു റിറ്റെയിൽ തെറാപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പോൾ അതിലൊരു സുഖമുണ്ട് ശരിക്കും. ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അതിലായിരിക്കും സന്തോഷം കണ്ടെത്തുക. ചില ആൾക്കാർ പിന്നെ ഒരു നല്ല ടേബിൾ ഷീറ്റ് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ കിച്ചണിലേക്ക് നല്ലൊരു ഒരു കുക്കിംഗ് പോട്ട് വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ നല്ലൊരു കേർട്ടൻ വാങ്ങിച്ചാൽ. അപ്പോൾ ഇത് ആണ് പെണ്ണ് എന്നൊന്നുമില്ല, അല്ലേ? എല്ലാവർക്കും ഷോപ്പിംഗ് ഇഷ്ടമാണ്. അപ്പോൾ ഇത് എങ്ങനെ വാങ്ങിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ വാങ്ങിച്ചത് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങിക്കാതിരിക്കുക, ആവശ്യമില്ലാതെ വേസ്റ്റ് ആക്കാവുന്ന രീതിയിൽ വാങ്ങിക്കാതിരിക്കുക, അതൊക്കെ ആവുമ്പോഴാണ് നമ്മൾ ഇത് ദൂർത്തടി എന്നൊക്കെ പറയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതിൻ്റെ ടെക്സ്ചറൊക്കെ നോക്കി, അതിൻ്റെ കളർ നോക്കി, ഭംഗി നോക്കി, നമ്മളതിന് എഫേർട്ടും ടൈമും ഒക്കെ ഇട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അത് തരുന്ന നമുക്ക് മനസ്സിന് തരുന്നൊരു സമാധാനം, സന്തോഷമുണ്ട്. അതൊരു രസം തന്നെയാണ്. എല്ലാവർക്കും അത് ഇഷ്ടമായിരിക്കും ഒരുവിധം, അല്ലേ? ആർക്കാണ് ഷോപ്പിംഗ് ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കുക എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ലാത്തത്? അപ്പോൾ എപ്പോഴും നമുക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ നമ്മളെ കയ്യിലെത്തുമ്പോൾ സന്തോഷം തന്നെയാണ്, അല്ലേ? ചില ആൾക്കാർക്ക് അത് പോയി വാങ്ങിക്കാനുള്ള മടി ഉണ്ടാവും, പക്ഷേ ഒരു ഗിഫ്റ്റായിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കുന്ന പൈസയൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുക തന്നെ വേണം, അല്ലേ? അപ്പോൾ അതിങ്ങനെ കുറേ പിശുക്കി വെച്ച്, അല്ലെങ്കിൽ നമ്മളെ ആഗ്രഹങ്ങളൊന്നും ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. പക്ഷേ ഇതൊക്കെ തരുന്ന ഒരു ഇമ്മെൻസ് ഒരു റിലീഫും ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് വേണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു ഇൻഡോർ പ്ലാന്റ് വാങ്ങിക്കുക, അതിൽ വരുന്ന ഇലകളൊക്കെ നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഓരോ ഇല വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു പുതിയ കേർട്ടൻ മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റൂമിന് തരുന്ന അതിൻ്റെ ഒരു ചേഞ്ച് കാരണം, ആംബിയൻസ് കാരണം നമുക്ക് കിട്ടുന്നൊരു സന്തോഷം, ഒരു ബെഡ്ഷീറ്റ് മാറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ്, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ നമുക്ക് കഴിയണം.